എനിക്ക് തോന്നുന്നു കേരള സഭ പാപ്പ ഫ്രാൻസിസിൻ്റെ തിയോളജി ശരിക്കും ഉൾക്കൊണ്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സഭ ഇനിയും മാറേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലൊക്കെ ഉണ്ടായ ഒരു സംഘർഷമൊക്കെ പാപ്പായെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കാർക്കശ്യത്തിൻ്റെ നിലപാടെടുക്കാൻ സാധിച്ചില്ല, അദ്ദേഹം എടുക്കുകയില്ല. കാരണം അദ്ദേഹം ഒരു കാരുണ്യത്തിൻ്റെ മനുഷ്യനാണ്. നികത്താനാവാത്ത വലിയ വിടവ് നൽകിയാണ് ഫ്രാൻസിസ് പാപ്പ വിടവാങ്ങുന്നത്. വത്തിക്കാൻ റേഡിയോയുടെ മലയാള വിഭാഗത്തിൽ ദീർഘകാലം പ്രവർത്തിച്ച അച്ഛൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അച്ഛനോട് തന്നെ ചോദിക്കാം. ദീർഘകാലം വത്തിക്കാനിൽ അങ്ങ് ഉണ്ടായിരുന്നു. അങ്ങ് ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ച് പറയുമ്പോൾ വളരെ പെട്ടെന്ന് എന്താണ് അങ്ങ് ഓർക്കുന്നത്? എൻ്റെ പേര് ഫാദർ വില്യം നെല്ലിക്കൽ. ഞാൻ വരാപ്പുഴ അതിരൂപത അംഗമാണ്. അതിരൂപതയിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴാണ് എന്നെ വത്തിക്കാൻ്റെ വാർത്താ വിഭാഗം മലയാളം വെബ്സൈറ്റ് തുടങ്ങുന്ന കാലത്താണ് എന്നെ വിളിച്ചത്. ഞാനങ്ങനെ പോകണമെന്ന് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും എന്നോട് എൻ്റെ മെത്രാൻ പറഞ്ഞത് ഇത് പാപ്പായുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്, പോയേ പറ്റൂ. അങ്ങനെ ഞാൻ പോകാൻ നിർബന്ധിതനായത്. എനിക്ക് പാസ്പോർട്ട് പോലും ഉണ്ടായിരുന്നില്ലെങ്കിലും പാപ്പായുടെ ഒരു ജോലിക്കാരനായി പോകുന്നതിൽ അതിയായ സന്തോഷം തോന്നി. അതൊരു സ്നേഹത്തോടെയാണ് ഞാൻ പോയത്. 5 വർഷക്കാലം പാപ്പ ബെനഡിക്റ്റിൻ്റെ കൂടെയും പിന്നെ 2013 പാപ്പ ബെനഡിക്റ്റ് റിസൈൻ ചെയ്തപ്പോൾ അതിനുശേഷം പാപ്പ ഫ്രാൻസിസ്കോയുടെ കൂടെ 2022 ആദ്യ ഭാഗത്തും ജോലി ചെയ്തപ്പോൾ വളരെ മാനസികമായിട്ടും ഒരു വാത്സല്യത്തോട് തന്നെയാണ് പാപ്പ ഫ്രാൻസിസിൻ്റെ കൂടെ ജോലി ചെയ്തത്. എപ്പോഴും പാപ്പായുടെ അടുത്തെത്തുന്നില്ലെങ്കിലും എല്ലാ മാധ്യമ കാര്യങ്ങൾക്കും അനുദിനം എന്നോണം പാപ്പായുടെ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ മലയാളത്തിലാക്കി കേരളത്തിലെത്തിക്കുക എന്നുള്ളത് എനിക്ക് ആത്മാഭിമാനമായിരുന്നു. അത് വളരെ അർപ്പണത്തോടെ ഈ നീണ്ട 13 വർഷത്തിലധികം ചെയ്യാൻ സാധിച്ചു. ഞാൻ 13 മണിക്കൂറൊക്കെ ജോലി ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ചത് ഇറ്റാലിയിൽ നിന്നും മറ്റു ഭാഷകളിൽ നിന്നും മലയാളത്തിലാക്കിയെടുക്കാൻ, അതൊരു മാന്യമായ ഒരു ഭാഷാ ശൈലിയിൽ കൊണ്ടുവരാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു. അതിൻ്റെ ഫലം ഉണ്ടായി എന്ന് അത് സംതൃപ്തിയോടെ ഞാൻ കാണുകയാണ്. പാപ്പ ഫ്രാൻസിസിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുതും വലുതുമായ പ്രബോധനങ്ങൾ എനിക്ക് വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ കാരുണ്യത്തിൻ്റെ പാപ്പ എന്ന് വിശേഷിപ്പിക്കും. കാരണം അദ്ദേഹം ക്രിസ്തുവിൻ്റെ കാരുണ്യം സഭയിൽ ആഴമായി പതിയാൻ വേണ്ടി കാരുണ്യത്തിൻ്റെ മൂർത്ത രൂപമായിട്ട് നിന്നു എന്നാണ് ഞാൻ അവസാനം വരെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ പേപ്പസിയുടെ ആദ്യ ഭാഗത്ത് തന്നെ അദ്ദേഹം ഒരു കാരുണ്യത്തിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ജൂബിലി ഇയർ പ്രഖ്യാപിച്ചു. അതെല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലായി കാണുകയില്ല. ജൂബിലി ഇയർ സഭ ആഘോഷിക്കുന്നത് എല്ലാ 25 വർഷങ്ങൾ കൂടുമ്പോഴാണ്. ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ 25 വർഷം കൂടുമ്പോൾ. പാപ്പ ഫ്രാൻസിസ് 2016 ഒരു മഹാജൂബിലി, അനിതര സാധാരണമായ എന്ന് വേണമെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ജൂബിലി കാരുണ്യം, ലോകത്ത് ക്രിസ്തുവിൻ്റെ കാരുണ്യവും സ്നേഹവും യാഥാർത്ഥ്യമാകണം. അത് പാപ്പായുടെ ജീവിതത്തിൽ നമുക്ക് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. അത് പലപ്പോഴും ആളുകൾ ഇപ്പോൾ അനുസ്മരണത്തിലൊക്കെ വ്യാപകമായി പറയുന്നൊരു കാര്യം, കുറച്ചുകൂടി വേറിട്ട ഒരു വഴി, അത് കുറേ കൂടി ലോകത്തോട്, ഹ്യൂമാനിറ്റിയോട് ഒക്കെ അടുത്ത് നിൽക്കുന്ന, മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ, അല്ലെങ്കിൽ കെടുതി അനുഭവിക്കുന്നവരോട്, ദാരിദ്ര്യം അനുഭവിക്കുന്നവരോടൊക്കെ ചേർന്ന് നിൽക്കാൻ അസാധാരണമായൊരു വൈഭവം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അച്ഛൻ അടുത്ത് നിന്ന് നോക്കിക്കണ്ട ആളെന്നുള്ളത്? ഉദാഹരണം, അദ്ദേഹം കാരുണ്യം, ക്രിസ്തുവിൻ്റെ കാരുണ്യം കാണിക്കാൻ വേണ്ടി പാപികളായിട്ടുള്ളവരോട് സഭ കാർക്കശ്യം കാണിച്ചിരുന്ന ചില നിയമങ്ങൾ പോലും പൊളിച്ചെഴുതി. ഉദാഹരണം, ഡൈവോഴ്സ്. കത്തോലിക്ക വിശ്വാസത്തിൽ വിവാഹം സ്വീകരിച്ചവർ പിരിഞ്ഞ് ജീവിക്കുമ്പോൾ അവർക്ക് കൗദാശികമായിട്ടുള്ള കൃപ ഇല്ലാതാകുന്നു എന്നാണ് സഭ പഠിപ്പിച്ചിരുന്നത്. ഉദാഹരണം, പിരിഞ്ഞുപോയ ദമ്പതികളുടെ കൂട്ടായ്മയിൽ ഭാര്യയ്ക്ക് വിശ്വാസവും ഭക്തിയും ഉണ്ടെങ്കിലും കുർബാന സ്വീകരിക്കാൻ അനുവാദം കഴിയാതെ പാപ്പ ആ നിയമം പുതുക്കിയെഴുതുക മാത്രമല്ല, അത് എടുത്തു പറഞ്ഞു. യേശുവിൻ്റെ കാരുണ്യം അവർക്ക് നൽകണം, അവർക്ക് നിഷേധിക്കരുത്. കാനോൺ സഭയുടെ നിയമങ്ങളിൽ അധികം എടുത്തു മാറ്റുകളഞ്ഞു. മതബോധനം, കത്തോലിക്ക മതബോധനത്തിൽ അതുണ്ടായിരുന്നു. വധശിക്ഷ പറ്റി എതിരായ നിലപാട് സ്വീകരിക്കുകയും ആ നിയമം എടുത്തു കളയുകയും ചെയ്തു. ഇത് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, സഭയുടെ മതബോധനത്തിൽ നിന്നൊക്കെ. അപ്പോൾ അത് ഇങ്ങനെ പ്രബോധനം വാക്കുകളിൽ മാത്രമല്ല, മാർപ്പാപ്പ അത് യഥാർത്ഥത്തിൽ കൊണ്ടുവന്നു. അദ്ദേഹം ഇപ്പോൾ ലെസ്ബിയനിസം, റൈറ്റ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം
തുടക്കം കേട്ടോ അല്ലേ? ക്യൂർ റൈറ്റ്സ് അല്ലെങ്കിൽ അതെ അതെ അതെ. ഇപ്പോൾ സ്വവർഗരതി മാർപ്പാപ്പ അവരെ സ്നേഹിച്ചു, അവരോട് കാരുണ്യം കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ വത്തിക്കാനിലെ അധികാരികൾ തന്നെ അല്ലെങ്കിൽ ഡോഗ്മാറ്റിക് അവരുടെ ചിന്താവിഭാഗമൊക്കെ നെറ്റി ചുളിക്കുകയായിരുന്നു. പക്ഷേ മാർപ്പാപ്പ പറയുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വന്നുപോയ ആ പിഴ അല്ലെങ്കിൽ ആ തെറ്റ് അവരോട് കാരുണ്യം സഭ കാണിക്കണം. ക്രിസ്തുവിൻ്റെ കാരുണ്യം, പാപിനിയോട് മാപ്പ് നൽകിയ, കല്ലെറിഞ്ഞു കൊല്ലേണ്ട സ്ത്രീയോട് മാപ്പ് നൽകിയ ക്രിസ്തുവിൻ്റെ കാരുണ്യം ഈ 3-ാം സഹസ്രാബ്ദത്തിലും സഭ കാണിക്കണമെന്ന് ശക്തമായിട്ട് അദ്ദേഹം പ്രബോധിപ്പിക്കുക മാത്രമല്ല, അതിന് കാലികമായ സഭാ നിയമങ്ങളിലുള്ള പൊളിച്ചുപണിയെല്ലാം അദ്ദേഹം എടുക്കാൻ റിഫോംസ് മാറ്റങ്ങൾ കൊണ്ട് അദ്ദേഹം ധൈര്യപ്പെട്ടു എന്നുള്ളതാണ്. അത് വിപ്ലവകരമായൊരു മാറ്റം. അങ്ങനെയാണ് അച്ഛനെ വിലയിരുത്തുന്നത്? എങ്ങനെയാണ്? അതൊരു മൗലികമായ മാറ്റം തന്നെയാണ്. ബഹുഭൂരിപക്ഷം സഭാമക്കളും അത് ഉൾക്കൊള്ളുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ചിലപ്പോൾ ഒരു ഓർത്തഡോക്സ് വിഭാഗം അത് എതിർക്കുന്നുണ്ടാവാം, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടാവാം. പക്ഷേ അത് സഭയുടെ നിയമങ്ങൾ ഇനി തിരുത്തപ്പെടാനാവാത്ത നിയമങ്ങളായി മാറിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു മാർപ്പാപ്പയുടെ ഒരു പ്രോഗ്രഷനുണ്ട്, ഒരു പ്രോസസ്സ് ഓഫ് മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ റിഫോംസും അങ്ങനെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. പൊളിച്ചെഴുതപ്പെടാൻ ഇനി ചിലപ്പോൾ സാധിക്കുകയില്ല. മാറ്റങ്ങൾക്ക് സഭ ക്രിസ്തു തന്ന മൗലികമായ മാറ്റങ്ങളെ അടിസ്ഥാനമാക്കിയാണിത്. അതുപോലെ തന്നെ പാപ്പ സ്വീകരിച്ചത് ഇപ്പം യുദ്ധങ്ങൾക്കെതിരായ നിലപാട്, അല്ലെങ്കിൽ റെഫ്യൂജി റൈറ്റ്സ്, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കണമെന്നത്, അങ്ങനെ ഒരു ഗ്ലോബൽ പീസ്, ഒരു ലോക സമാധാനത്തിനു വേണ്ടി എല്ലാ ഘട്ടത്തിലും ശക്തമായ നിലപാട് പറയുകയും അതങ്ങനെ പ്രവൃത്തിയിൽ കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, അദ്ദേഹം ഞാനവിടെ ജോലി ചെയ്യുന്ന കാലത്ത് ശ്രദ്ധിച്ചത് അദ്ദേഹം അഭയാർത്ഥികളോടും കുടിയേറ്റക്കാരോടും അദ്ദേഹത്തിന് പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്നു. പാപ്പായ ആദ്യം തന്നെ അദ്ദേഹം അവിടെ ഇറ്റലിയുടെ തീരങ്ങളിൽ, പ്രത്യേകിച്ച് ആഫ്രിക്കൻ തീരങ്ങളിൽ നിന്ന് മൈഗ്രൻസ് വരുന്ന ലാംപദൂസ എന്ന് പറയുന്ന ദ്വീപിൽ അദ്ദേഹം സന്ദർശിച്ചു. അവിടെ അനേകം അഭയാർത്ഥികളുടെ മരണത്തിന് സാക്ഷിയായ ബോട്ടുകളിൽ നിന്നുണ്ടാക്കിയ ഒരു കുരിശും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ പോയത്. അദ്ദേഹം എത്രത്തോളം ആ അഭയാർത്ഥികളോട് അടുപ്പമുണ്ടായിരുന്നു. ഇറ്റാലിയൻ നേവിയോട് തന്നെ അദ്ദേഹം ഒഫീഷ്യലായിട്ട് ആവശ്യപ്പെട്ടത് അവരെ ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ്. അവരെ ഈ ഇൻഫ്ലേറ്റഡ് ബോട്ടിലൊക്കെ കടന്നു വരുന്നവരെ തകർത്ത് കളയുന്ന ഒരു യൂറോപ്യൻ ബോർഡർ അവിടെ ഉണ്ടായിരുന്നെങ്കിലും മാർപ്പാപ്പ അതിനെ ശക്തമായി എതിർക്കുകയും ഭരണാധികാരികളോട് അവരോട് കരുണ കാണിക്കാനും അവരെ ഉൾക്കൊള്ളാനും അവർക്ക് അഭയം നൽകാനും മാർപ്പാപ്പ വത്തിക്കാൻ്റെ പോലും മുറികൾ തുറന്നു കൊടുത്തു എന്നുള്ളതാണ്. ഞാൻ പാർക്കുന്ന ഡോമോസ് ഇൻ്റർനാഷണാലിസ് എന്ന് പറയുന്ന വത്തിക്കാൻ സ്റ്റാഫ് ക്വാർട്ടേഴ്സാണ്. അവിടെ 4 അഭയാർത്ഥി കുടുംബങ്ങളെ കൊണ്ടുവന്ന് പാർപ്പിച്ചു എന്നുള്ളതാണ്. അവിടെ പാപ്പ കൊണ്ടുവന്ന് അവിടെ പാർപ്പിച്ചതാണ്. അവരെ ലെസ്ബോസ് ദ്വീപിൽ നിന്നും ഗ്രീസിനടുത്തുള്ള അഭയാർത്ഥികളെ മാർപ്പാപ്പ പോയി സന്ദർശിച്ചപ്പോൾ 14 കുടുംബങ്ങളെ കൊണ്ടുവന്നതിൽ 4 കുടുംബങ്ങളെ ഈ ഡോമോസ് എന്ന് പറയുന്ന വത്തിക്കാൻ സ്റ്റാഫ് താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ പരിരക്ഷിച്ചു എന്നുള്ളതാണ്. അവരുടെ കുട്ടികളെ അവിടെ അടുത്തുള്ള സ്കൂളുകളിൽ ചേർത്തു. അവരുടെ മാതാപിതാക്കൾ അവിടെ ചെറിയ ജോലികളൊക്കെ അന്വേഷിച്ചു. ചിലർക്ക് ജോലി കിട്ടി. അവർ ഉള്ള പണം കൊണ്ടൊക്കെ ജീവിച്ചു. അവരെ ശ്രദ്ധിക്കാനും അവരെ ആ ഹൗസിൻ്റെ ഭാഗമായിട്ട് പരിരക്ഷിക്കാനും മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇത് പഠിപ്പിക്കുക മാത്രമല്ല, അത് ജീവിച്ച് കാണിച്ചു കൊടുത്തു. സ്വന്തം ഫ്ലൈറ്റിൽ 14 കുടുംബങ്ങളെ കൊണ്ടുവന്നു എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനും അതിന് സാക്ഷ്യം പറയാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അവരിൽ ചില കുടുംബങ്ങളുണ്ടായിരുന്നു, ഇവരെ 6 മാസം കൂടുമ്പോഴേക്ക് പാപ്പ അവരെ കാണുന്നു എന്നുള്ളതാണ്. വീണ്ടും അവരെ കാണുന്നു. ഈ കുട്ടികൾ മാർപ്പാപ്പയെ തിരിച്ചറിയുന്നു, അങ്ങേരുടെ മടിയിലിരുന്ന് കളിക്കുന്നു, അവർ പഠിക്കുന്ന പുസ്തകങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യത്വത്തിൻ്റെ വളരെ പച്ചയായ ഒരു രൂപം അദ്ദേഹം ജീവിച്ച് കാണിച്ചു എന്നുള്ളതാണ്. അതുപോലെയാണ് ഈ പ്രോഗ്രസീവായിട്ടുള്ളൊരു ദൈവശാസ്ത്ര വ്യാഖ്യാനം, അല്ലെങ്കിൽ കൂടുതൽ കരുണയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഈ വ്യാഖ്യാനം, അത് തുടരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അങ്ങനെയാണോ അച്ഛൻ അതിനെ വിലയിരുത്തുന്നത്? കാരണം അവിടെ കുറച്ച് ബൗദ്ധികമായ തലത്തിൽ ഇടപെട്ട ആളെന്നുള്ള നിലയ്ക്ക് ഞാനിങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പാപ്പ ഫ്രാൻസിസ് സഭയിൽ കൊണ്ടുവന്ന പരിവർത്തനം ഒരു പുതിയ ആശയമൊന്നുമല്ല. അദ്ദേഹം ക്രിസ്തുവിൻ്റെ സുവിശേഷ മൂല്യങ്ങൾ ശക്തമായി പിടിച്ചു. ഇൻഫാക്റ്റ് 2-ാം വത്തിക്കാൻ സുനോദോസിൻ്റെ പ്രബോധനങ്ങൾ ഇനിയും സഭയിൽ പ്രാവർത്തികമായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പാപ്പ ഫ്രാൻസിസ്. അപ്പോൾ അദ്ദേഹം സഭയെ ലോകത്തിനായിട്ട് തുറന്നു കൊടുത്ത, സഭയുടെ ജാലകങ്ങളും വാതിലുകളും ആധുനിക ലോകത്തിൽ എല്ലാ മേഖലകളിലേക്കും തുറന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സഭ, ഓൾ ഇൻക്ലൂസീവ് ചർച്ച്, എല്ലാവരെയും
ആശ്ലേഷിക്കുന്നൊരു സഭ മാർപ്പാപ്പ കണ്ടു. പാവങ്ങളെയും രോഗികളെയും അംഗവൈകല്യമുള്ളവരെയും സമൂഹം തള്ളി മാറ്റുന്ന പ്രശ്നക്കാരെയൊക്കെ മാർപ്പാപ്പ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. അതിൻ്റെ അടയാളങ്ങളാണ്. തെരുവിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി മാർപ്പാപ്പ വത്തിക്കാനിൽ അഭയകേന്ദ്രങ്ങൾ തുറന്നു. തൻ്റെ തിരുനാളുകളോ ജന്മദിനങ്ങളോ അദ്ദേഹം ഒരിക്കലും ആർഭാടമായി വത്തിക്കാൻ്റെ സ്റ്റാഫായിട്ടല്ല ആഘോഷിച്ചിരുന്നത്, കർദിനാൾമാരായിട്ടല്ല. അദ്ദേഹം പാവങ്ങളെ തൻ്റെ വിരുന്ന് മേശയിലേക്ക് കൊണ്ടുവരികയും അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ആ ഒരു ദിവസം അവരുടെ കൂടെ ചിലവഴിക്കുകയും ചെയ്തു. വത്തിക്കാനിൽ തെരുവിൽ പാർക്കുന്നവർക്ക് വേണ്ടി അദ്ദേഹം ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ തുറക്കുകയും അതിനോട് ചേർന്ന് അവർക്ക് കുളിച്ചും ഫ്രഷായിട്ട് പോകാനുള്ള സ്ഥലം, ഒരു ലോണ്ടറി പോലും, വാഷിംഗ് മെഷീൻ അത്യാധുനിക സൗകര്യത്തോടെ അലക്കി ഉണക്കി കൊണ്ടുപോകാവുന്ന സൗകര്യത്തിലൂടെയൊക്കെ ഒരു മാർപ്പാപ്പ ശ്രദ്ധിച്ച് അത് വന്ന് കാണുകയും പരിശോധിക്കുകയൊക്കെ ചെയ്യുന്ന അതിൻ്റെ ക്ലെൻലിനെസ് പരിശോധിക്കും. അപ്പോൾ അത്രയേറെ ഡൗൺ ടു എർത്ത് എന്നാണ് പറയാം. വത്തിക്കാൻ പാലസ് ഒഴിവാക്കിയിട്ട് സാന്താ മാർത്തയായിരുന്നു അല്ലേ? അതെ, അദ്ദേഹത്തിൻ്റെ പേപ്പസിയുടെ ആരംഭത്തിൽ തന്നെ അദ്ദേഹം വത്തിക്കാൻ പാലസ് ഒരു സന്ദർശകനെ പോലെ കണ്ടു നോക്കിയിട്ട് അത് അടക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ഒരു വത്തിക്കാൻ്റെ ഹോസ്റ്റൽ, സാന്താ മാർത്ത എന്ന് പറയുന്ന ഹോസ്റ്റലിൽ മറ്റ് വൈദികരോടും മെത്രാന്മാരോടും കൂടെ ഒരു സിമ്പിൾ ഓഫീസ് റൂം, ഒരു ബെഡ്റൂം, ഒരു വിസിറ്റേഴ്സ് റൂം മാത്രമായിട്ട് ഈ 10-12 വർഷക്കാലം അദ്ദേഹം ജീവിച്ചു, ആഗോള സഭയെ നയിച്ചു. അദ്ദേഹം വത്തിക്കാൻ പാലസ് ലൈബ്രറി സന്ദർശിച്ചിരുന്നു. അവിടെ പോയി എന്തെങ്കിലും അത്യാവശ്യം ആഞ്ചലൂസ് മെസ്സേജ് അവിടെ നിന്നാണ് കൊടുക്കുന്നത് എല്ലാ ഞായറാഴ്ചകളിലും. അല്ലെങ്കിൽ വലിയ VIPസിനെ കൂടിക്കാഴ്ചയ്ക്കായിട്ട് അവിടുത്തെ ഒരു പ്രത്യേക ഹാളിലൊക്കെ കാണുന്നു. അതുപോലെ തന്നെ അദ്ദേഹം അർജൻറ്റീനക്കാരനാണ്. എനിക്ക് തോന്നുന്നു ലാറ്റിൻ അമേരിക്കയിൽ ഒരു 1000 വർഷത്തെ ഇടവേളയ്ക്കൊക്കെ ശേഷമായിരിക്കാം യൂറോപ്പിന് പുറത്തുനിന്ന് ഒരു മാർപ്പാപ്പ ഉണ്ടാകുന്നത്. ഇപ്പോൾ അർജൻറ്റീന എന്ന് പറയുന്നത് ഒരു ഫുട്ബോളിൻ്റെ കേന്ദ്രം കൂടിയാണ്. ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ പക്ഷേ അച്ഛൻ എഴുതുകയും പറഞ്ഞും സംസാരിച്ചപ്പോൾ അത്തരം കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, രസകരവും കൗതുകം. ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിച്ചത് മരദോണ മാർപ്പാപ്പയെ ഒറ്റയ്ക്ക് കാണാൻ വന്നു എന്നുള്ളതാണ്. അത് ഞാൻ ശ്രദ്ധിച്ചു. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് എല്ലാ പ്രോട്ടോക്കോളും തെറ്റിച്ച് മരദോണയെ പാപ്പ ഓഫീസിൽ, തൻ്റെ പേഴ്സണൽ ഓഫീസിൽ കൊണ്ടുപോയി ദീർഘസമയം സംസാരിക്കുകയും കാര്യങ്ങൾ എന്താണോ. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അർജൻറ്റീനിയൻ ടീം ഇറ്റാലിയൻ ടീമായിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ട് പാപ്പായുടെ സ്കോളാസ് എന്ന് പറയുന്ന ക്ലബ്ബ്, അതായത് കുട്ടികളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ യുവജനങ്ങളെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന, അവരെ ജീവിതത്തിൽ ഉയർത്തിയെടുക്കുന്ന ഫുട്ബോൾ കളിക്കാരും സാംസ്കാരിക വേദിയിലെ പ്രമുഖരൊക്കെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടുന്നു. പ്രത്യേകിച്ച് അർജൻറ്റീനയിൽ അദ്ദേഹം ഒരു മെത്രാനായിരുന്നപ്പോൾ തുടങ്ങിയ സ്കോളസ്, ബൂനസ് ഐറസിൽ സ്കോളസ് എന്ന് പറയുന്ന ക്ലബ്ബ് അദ്ദേഹം ഇറ്റലിയിൽ തുടങ്ങിയത് അങ്ങനെയാണ്. ഒരു ഫുട്ബോൾ മാച്ച് ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ, റോമിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ്. പാപ്പ അത് കാണാൻ പോയില്ലെങ്കിലും മരദോണ കളിച്ചു, അതിൽ മെസ്സി വന്ന് കളിച്ചു, ഇറ്റലിയുടെ പഴയ ഫുട്ബോൾ പ്ലെയർ പാവളോ റോസിയെ പോലുള്ളവരൊക്കെ കളിച്ചു. അങ്ങനെ ഫുട്ബോളിലും ഒരു ചെറിയ സുവിശേഷം അല്ലേ? അല്ല, അദ്ദേഹം ചെറുപ്പത്തിലെ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി പറയുന്നത്. പക്ഷേ അദ്ദേഹം ഒരു വൈദികനായിരുന്നപ്പോഴും, മെത്രാനായിരുന്നപ്പോഴും, കർദിനാളായിരുന്നപ്പോഴും, ബ്യൂണസ് ഐറസിൻ്റെ മെത്രാപ്പൊലീത്ത ആയിരുന്നപ്പോഴും നാഷണൽ ടീമിൻ്റെ കുമ്പസാരക്കാരനായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടുത്തെ ടോപ്പ് പ്ലെയേഴ്സൊക്കെ ആയിട്ടൊരു ആത്മബന്ധം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടായിരിക്കണം മരദോണ വളരെ വിഷമങ്ങളിലൂടെ കടന്നുപോയൊരു മനുഷ്യൻ പാപ്പായോട് ഇത്ര സ്നേഹവും ആത്മബന്ധവും കാണിച്ചു. ഓരോ വിസിറ്റിനും അദ്ദേഹം പാപ്പായ്ക്ക് സമ്മാനങ്ങൾ കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ അദ്ദേഹം വേൾഡ് കപ്പിലൊക്കെ കളിച്ച ജേഴ്സികളൊക്കെ ഒന്നൊന്നായിട്ട് എനിക്ക് തോന്നുന്നു മരിക്കുന്നതിന് മുമ്പ് അവസാനത്തെ സന്ദർശനത്തിൽ പല സമ്മാനങ്ങളും പാപ്പായെ ഏൽപ്പിച്ച സ്നേഹബന്ധത്തിലാണ് മരുന്ന്. ഫുട്ബോളിൻ്റെ കാര്യത്തിലാണെങ്കിലും അതല്ല ഔദ്യോഗിക കാര്യങ്ങളുടെ കാര്യത്തിലായാലും ഒരു പ്രോട്ടോക്കോളൊന്നും അത്ര പരിഗണിച്ചിട്ടില്ല അല്ലേ? ഇല്ല, പ്രോട്ടോക്കോൾ തെറ്റിച്ച് പല കാര്യങ്ങളും ചെയ്യുന്ന പാപ്പയാണ്. എനിക്കൊരു അനുഭവമുണ്ട്. ഞങ്ങൾ വാറ്റിക്കൻ മെസ്സിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഞങ്ങൾ നിരന്ന് നിന്ന് വേണം ചിലപ്പോൾ കഴിക്കാനായിട്ട്, തിരക്കുണ്ടെങ്കിൽ. അങ്ങനെ ഒരു ലൈൻ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഉച്ചയ്ക്ക് പാപ്പ അവിടെ ഭക്ഷണം കഴിക്കാൻ ക്യൂവിൽ വന്ന് നിന്നു എന്നുള്ളതാണ്. സാധാരണ എല്ലാ ആൾക്കാരും നിൽക്കുന്നു. അതെ, അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ പിരിച്ച് മുറിയിലേക്ക് കൊണ്ടുവന്ന് നോക്കിയിട്ട് അദ്ദേഹം ക്യൂവിൽ നിന്നുകൊണ്ട് വന്ന് പ്ലേറ്റ് എടുത്ത് പല ഐറ്റംസ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങി പോയി ജോലിക്കാരുടെ കൂടെ ഇരുന്ന് കഴിച്ചു. അദ്ദേഹം അതിൻ്റെ വില, എന്ത് വിലയാണ് അതിൻ്റെ ഭക്ഷണത്തിൻ്റെ റേറ്റ്സ് എന്താണ്, അതിൻ്റെ ക്വാളിറ്റി എല്ലാം പരിശോധിക്കാൻ വേണ്ടി. അതുപോലെ അദ്ദേഹം പല ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ അങ്ങനെ പോകുമായിരുന്നു അനൗദ്യോഗികമായിട്ട്. അതുപോലെ സ്വന്തം ആവശ്യങ്ങൾക്ക് കണ്ണട വാങ്ങാനും ഷൂസ് വാങ്ങാനൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ചില
സ്ഥാപനങ്ങളിൽ അദ്ദേഹം പോകും. അത് പ്രോട്ടോക്കോൾ തെറ്റിച്ചായിരിക്കും. പിന്നെ അദ്ദേഹം ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഇറ്റാലിയൻ പോലീസ് ഓടിയെത്തി അതൊക്കെ ക്രമീകരിക്കുമെങ്കിലും അദ്ദേഹത്തിന് ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതമുഖം ഉണ്ടായിരുന്നു. അതൊരു സ്നേഹത്തിൻ്റെ മുഖമായിരുന്നു. സാധാരണ മനുഷ്യരോടും സമൂഹത്തോടുമുള്ളൊരു താല്പര്യം. ഈ കാലത്തോട് ഇത്രയും മനോഹരമായി സംവദിച്ച ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക്, നമ്മൾ പോപ്പ് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഒരു പുരോഹിതൻ എന്ന നിലയ്ക്കാണ് എങ്ങനെയാണ് അങ്ങ് സ്വയം കാരണം ഈ കാലത്തോട് എങ്ങനെയാണ് സഭ സംവദിക്കേണ്ടത് എന്ന ഒരു മാതൃകയായിരുന്നു എന്താണ്? എനിക്ക് തോന്നുന്നു കേരള സഭ പാപ്പ ഫ്രാൻസിസിൻ്റെ തിയോളജി ശരിക്കും ഉൾക്കൊണ്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സഭ ഇനിയും മാറേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലൊക്കെ ഉണ്ടായ ഒരു സംഘർഷമൊക്കെ പാപ്പായെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കാർക്കശ്യത്തിൻ്റെ നിലപാടെടുക്കാൻ സാധിച്ചില്ല. അദ്ദേഹം എടുക്കുകയില്ല. കാരണം അദ്ദേഹം ഒരു കാരുണ്യത്തിൻ്റെ മനുഷ്യനാണ്. ക്രിസ്തു കാണിച്ച കാരുണ്യം അദ്ദേഹം കാണിച്ചപ്പോൾ സഭ നൽകിയ സ്വാതന്ത്ര്യമാണ് പ്രാദേശിക ഭാഷയിൽ കുർബാന അർപ്പിക്കാനും ജനങ്ങൾക്ക് അഭിമുഖമായി കുർബാന അർപ്പിക്കാനും. എൻ്റെ വ്യക്തിപരമായ നിലപാടിൽ ഒരിക്കലും സഭ ആ ഒരു കാരണത്താൽ ഭിന്നിക്കരുതായിരുന്നു. അത് അടിസ്ഥാനപരമായ ഒരു ആവശ്യമല്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ ഒരു വിരുന്നുമേശ എന്ന് പറയുമ്പോൾ നമ്മൾ കുടുംബത്തിൽ ഭക്ഷണം കഴിക്കുന്നത് പോലെ സ്നേഹപൂർവ്വം ഒരുമിച്ച് മുഖാമുഖം കണ്ടും സംസാരിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ കഴിക്കുന്ന ആ രൂപി രണ്ടാം വത്തിക്കാൻ സൂനോദോസ് നൽകിയ ഒരു സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ്. ആ സ്നേഹത്തിൻ്റെ അടയാളത്തിലേക്ക് കേരളസഭ തിരിച്ചു പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ. അപ്പോൾ പാപ്പ ഫ്രാൻസിസിൻ്റെ ആ സ്നേഹവീക്ഷണം, ആ കാരുണ്യത്തിൻ്റെ വീക്ഷണം കേരള സഭ ഇനിയും ഉൾക്കൊള്ളണം. അത് ഞാൻ ഒരു റീത്തിൽ മാത്രമല്ല, എല്ലാ റീത്തിലും ഞാനത് കാണുന്നുണ്ട്. അത് പാപ്പായുടെ ആ തിയോളജി എന്ന് പറഞ്ഞാൽ ഒന്നും പുതിയതല്ല. പാപ്പ ക്രിസ്തുവിൻ്റെ തിയോളജി തന്നെയാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹം ഒരു തിയോളജിയനല്ല, പക്ഷേ തിയോളജി കാരുണ്യത്തിൻ്റെ ദൈവശാസ്ത്രം, സ്നേഹത്തിൻ്റെ ദൈവശാസ്ത്രം പച്ചയായി ജീവിച്ചൊരു മനുഷ്യനാണ്. അത് വൈദികർക്കും മെത്രാന്മാർക്കും മാതൃകയാണ്. ഉദാഹരണം, സ്വർണ്ണമാല അണിഞ്ഞിരുന്ന മെത്രാന്മാരെ സ്റ്റീല് അല്ലെങ്കിൽ വെള്ളിമാലയായതൊക്കെ ചിലപ്പോൾ പാപ്പായെ അനുകരിച്ചുകൊണ്ടാണ്. ഈ പാപ്പ കാലം ചെയ്ത് കടന്നു പോകുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യം, ബാഹ്യമായ ചൈതന്യം മാത്രമല്ല, ആന്തരിക ചൈതന്യം ഇനിയും കേരള സഭയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. ക്രൈസ്തവ മക്കൾക്ക് തന്നെ അത് ഉൾക്കൊള്ളാൻ സാധിക്കണം. അൽമായ സമൂഹം അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ എനിക്കൊന്ന് സഭ നവീകൃതമാകുമെന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പാപ്പ ഫ്രാൻസിസിൻ്റെ ആത്മാവ് അങ്ങനെ ഇനിയും ജീവിക്കും. അദ്ദേഹത്തിൻ്റെ റിഫോംസ്, അദ്ദേഹത്തിൻ്റെ മാറ്റങ്ങൾ പ്രോഗ്രസീവാണ്, തിരിച്ചെടുക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് പാപ്പ കാർക്കശ്യത്തോടെ ആരെയും ശിക്ഷിക്കുന്നില്ല. അത് നന്നാകും എന്നുള്ള, അത് മെച്ചപ്പെടും, അത് നവീകരിക്കപ്പെടും എന്നുള്ള പ്രത്യാശയിലാണ്. ആ കാരുണ്യത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ കാരുണ്യമാണ് പാപ്പ ജീവിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നന്ദി. ഫാദർ വില്യം നെല്ലിക്കലാണ് നമ്മളോടൊപ്പം ചേർന്ന്. അദ്ദേഹം വത്തിക്കാനിൽ ദീർഘകാലം പ്രവർത്തിച്ച ആളാണ്. വത്തിക്കാൻ റേഡിയോയുടെ മലയാള വിഭാഗത്തിൽ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ, അനുസ്മരണങ്ങൾ, ദൈവശാസ്ത്ര വീക്ഷണങ്ങളൊക്കെ പങ്കുവച്ചത്.